വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജയ അക്കുവിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് മഴ പെയ്തു കേട്ടോ, മഴ പെയ്ത് തോന്നും. ഇന്ന് നമുക്ക് മത്തങ്ങ വെച്ചൊരു കറി ഉണ്ടാക്കാം. ഇന്നത്തെ നമ്മുടെ വീട്ടിൽ ഇന്ന് വന്ന അതിഥിയാണ് മത്തങ്ങ. ഈ മത്തങ്ങ നമുക്കൊന്ന് കറിയാക്കിയാലോ? വേണ്ടേ, ഞാൻ പയറ് വെള്ളത്തിലിട്ട്, രാത്രിയിലൊന്നും ഇട്ടില്ല കേട്ടോ, രാവിലെയാണ് പയറ് വെള്ളത്തിലിട്ടത്. ഒരുവിധമായി ഇതൊക്കെ മതി. നമുക്ക് ആദ്യം പയറൊരു വേവായിട്ട് പിന്നെ നമുക്ക് മത്തങ്ങ ഇടാം, കാരണം മത്തങ്ങ പെട്ടെന്ന് വെന്തളിയും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഞാനിതങ്ങ് അടുപ്പിൽ വെക്കാൻ പോവുകയാണേ. അങ്ങനെ കക്ഷി അടുപ്പത്തായി. ഇനി നമുക്ക് മത്തങ്ങയുടെ എല്ലാ പരിപാടിയും തുടങ്ങാം. അല്ല, മത്തങ്ങ നമുക്ക് പിന്നെ വേണമെങ്കിലും കഴിയാം. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും? അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തേങ്ങയുള്ള അരപ്പങ്ങ് അരയ്ക്കാം. ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു കേട്ടോ രാവിലെ. അതായത് നാസ്തയ്ക്കൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതായത് തേങ്ങ ഇന്ന് ഇപ്പോഴാണ് തുടങ്ങുന്നത്. രാത്രിയിൽ അറിയാതെ പല്ലി ഈ സൈഡ് മൊത്തവും നമ്മൾ ഇവിടുന്ന് ചിരകി വീഴുമ്പോൾ എടുക്കുന്നതാണ്. പല്ലിയും പാറ്റയും എല്ലാം വന്ന് നക്കും. അതുകൊണ്ട് നല്ല രീതി കഴുകിയതിന് ശേഷം മാത്രമേ തേങ്ങ തിരുമ്മി ഉപയോഗിക്കാവൂ. അപ്പം ഞാൻ തേങ്ങ തിരുമ്പാണ് കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങ തിരുമ്മി തീർന്നു കേട്ടോ. ഇത്ര തേങ്ങ മതി കേട്ടോ, വലിയ തേങ്ങയായിരുന്നു. നമുക്ക് ഇത്ര മതി. മഴ നടക്കുന്നതുകൊണ്ട് അധികം വെട്ടമില്ല കേട്ടോ. ഞാൻ ലൈറ്റ് ഇട്ടില്ല, അല്ലാതെയുള്ള സൂര്യൻ്റെ വെട്ടമാണ്. വേണ്ടേ, നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് തേങ്ങ, മഞ്ഞൾപ്പൊടി, പിന്നെ ഇച്ചിരി ഇതും കൂടെ വേണം കേട്ടോ, ജീരകം വേണം. ഒരു 1/4 സ്പൂൺ ജീരകം മതി, അത് തന്നെ മതി. അല്ലെങ്കിൽ കുറച്ചേ വെക്കുന്നുള്ളല്ലോ. പിന്നെ നമുക്ക് അരപ്പിനകത്ത് കറിവേപ്പിലയും കൂടെ അരച്ചാലേ ആ കറിക്ക് ഇച്ചിരി ടേസ്റ്റ് വരും. പിന്നെ കറിവേപ്പില പറക്കി കളയുന്നതിനേക്കാട്ട് നല്ലത് നമ്മൾ കുറച്ച് കറിവേപ്പില അതിൽ അരിയുന്നതിനാണ്. എൻ്റെ ഫോണിന് വോളിയം കുറവാണെന്നുകൊണ്ടിട്ട് ഞാൻ എൻ്റെ മാക്സിമം തൊണ്ട തുറന്നെടുത്തിരിക്കുകയാണ്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, കടുക് വറുക്കാനുള്ള ഉള്ളി ഞാൻ മാറ്റി വെക്കുന്നത്, അത് കടുക് വറുക്കുന്ന സമയത്ത് മതി. ഇത്രയും അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ വിസിൽ കേൾക്കും. ഞാൻ ഇതിനെ ഒന്ന് കഴുകുകയാണ് കേട്ടോ. എത്ര കൈമറിഞ്ഞാണ് നമ്മുടെ കയ്യിൽ എത്തുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് കഴുകി എടുക്കുകയാണ്. പിന്നെ നമുക്ക് അരിഞ്ഞിട്ടും കഴുകാം. നമുക്ക് കട്ട് ചെയ്യാം. കുറച്ച് ഭാഗം മതി, ഇത് ഫുള്ള് നമുക്ക് വേണ്ടല്ലോ. ഇതിൻ്റെ പകുതിയുടെ പകുതി മതി. അപ്പം ഞാൻ കട്ട് ചെയ്തു. നല്ല ഫ്രഷാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ അതിൻ്റെ 4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് കണ്ടാറേ, ഇത്രയും ഭാഗം ഞാനങ്ങ് വെക്കുകയാണ്. ഇനി ഫ്രിഡ്ജിൽ വെച്ചേ പറ്റും, ഇനി വെളി വെക്കാൻ പറ്റത്തില്ലല്ലോ. മാക്സിമം ആളുകൾ ഇതിൻ്റെ തൊലി കളയും കേട്ടോ. നല്ല കഴുകി എടുത്തു കഴിഞ്ഞാലേ സത്യത്തിൽ പഴയ കാലത്തെ സമയത്തൊന്നും ആളുകൾ ഇതിൻ്റെ തൊലി കളയത്തില്ല. തൊലി കളയുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. എനിക്ക് തൊലി കളയാതെ എടുക്കുന്നതാണ് ഇഷ്ടം. നമുക്ക് ഇത്രയും കിട്ടി ഗേസ്, ഇത് തന്നെ ധാരാളം. സോറി, നമ്മുടെ പയറിതാ വെന്തു. ദാണ്ട് ഒരെണ്ണം എടുത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല വെന്തുടഞ്ഞ് കണ്ടോ. നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ഈ മത്തങ്ങ എന്ത് ഭംഗിയില്ലേ കാണാൻ. ഇങ്ങനൊരു കോമ്പിനേഷനിൽ ഡ്രസ്സ് അത്ര അടിപൊളിയായിരിക്കും അല്ലേ? പച്ചയും മഞ്ഞയും, മേടപ്പൊന്നണിയും മേടമാസം പോലെ അല്ലേ, പച്ചയും മഞ്ഞയും ചേർന്ന കളർ. നമുക്ക് കൂടുതൽ സംസാരിക്കാതെ കണ്ട ചെറുപയർ നല്ല വെന്ത് ഇച്ചിരി ചൂടൊക്കെ മാറിയേണ്ടതാണ്ട. ഞാൻ പറഞ്ഞില്ലേ, വെന്ത് നല്ല ഉടഞ്ഞ്. ആദ്യമേ ഇട്ട് കഴിഞ്ഞാലേ നമ്മളുടെ ഇതങ്ങ് കഞ്ഞി പരിവായി പോവും. ഏതാ, നമ്മുടെ മത്തങ്ങ. അപ്പം നമുക്ക് മത്തങ്ങ ഇതിലിട്ട് ഒരു വിസിൽ കേൾപ്പിക്കാം. മത്തങ്ങയ്ക്ക് ഇച്ചിരി വെള്ളം കുറഞ്ഞു കേട്ടോ, ഇച്ചിരി വെള്ളമുള്ള, കുറച്ച് വെള്ളം കൂടെ വേണം. അപ്പം നമുക്ക് ആ സമയത്ത് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ തിളച്ച ഐറ്റങ്ങളല്ലേ, അപ്പോൾ പിന്നെ പച്ചവെള്ളം ചേർക്കണ്ട. ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം, ചൂടാറിയ വെള്ളം ഒഴിച്ച് ഇത് മതി. പിന്നെ നമുക്കിത് വേവാനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് മുരിങ്ങയില ഇരിയാണ് കേട്ടോ. ഞാൻ എരിശ്ശേരിയൊക്കെ വെച്ച് കൊടുക്കുമ്പോഴേ മുരിങ്ങയില ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് മുരിങ്ങയിലയും കൂടെ കടുവറുക്കുന്നതിലങ്ങ് ഇട്ട് കൊടുക്കും. ഈ മുരിങ്ങയില മാത്രം തോരൻ വെച്ചാലേ പിള്ളേരൊക്കെ കഴിക്കാൻ പാടാം. അപ്പോൾ ഈ ഒഴിച്ചെറിയൊക്കെ വെക്കുമ്പം, അഥവാ വീട്ടിലുണ്ടോ, വീട്ടിലില്ലാത്തൊരു നാട്ടിലൊക്കെ പോകും അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ കിട്ടുന്നെങ്കിൽ നമുക്ക് കുറച്ച് കടുവറുക്കുന്ന എല്ലാത്തിലും, മോര് കടുവറുത്താലും ശരി, പരിപ്പ്, മോര്, എരിശ്ശേരി, കാളൻ, എന്ത് വേണമെങ്കിലും നമുക്ക് കടുവറുക്കുമ്പം നമുക്കിത് ഇച്ചിരി കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത്യുത്തമമാണ്. പ്രത്യേകിച്ച് നമുക്ക് വയസ്സൊക്കെ, ഇപ്പം എന്നെ പോലുള്ള 40 കഴിഞ്ഞ സ്ത്രീകൾ, 40 വയസ്സ്
അങ്ങനെയുള്ളവർ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് യൂട്രസിനുള്ള കുഴപ്പങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തിനുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ നേരെ രൂപ ഇരുന്നാലും നമുക്ക് ഫാമിലിയെ മുന്നോട്ട് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതെല്ലാം കഴിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വിസിൽ വന്നു. ഇതാണ്ട് നമ്മുടെ മത്തങ്ങ നല്ല വെന്ത് കേട്ടോ, വെന്ത്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. കണ്ടേ വെട്ടമുണ്ടോ? അരപ്പ് ഞാൻ ചേർത്തു. പെട്ടെന്ന് തീ അങ്ങ് ഓഫ് ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ തിളയ്ക്കുന്ന ആ ചൂടിനകത്തുള്ളത് വേവ് മതി. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ഞാൻ സത്യം പറയട്ടെ, കടുക് വറുക്കാതെ തന്നെ സത്യത്തിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇങ്ങനെ കഴിക്കാം. കടുകും അല്ലെങ്കിൽ എണ്ണയും നെയ്യൊന്നും കടുക് വറുക്കാതെ നമുക്ക് ഇങ്ങനെ കഴിക്കാം. നല്ല ചൂടോടെ ഈ അരപ്പെല്ലാം വെന്ത് ഇതിനകത്ത് രുചിയുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഹെൽത്തി. പിന്നെ നമ്മളെല്ലാവരും കടുക് വറുത്ത് ശീലിച്ചു പോയി. കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ, ഇച്ചിരി കറക്കി ഇച്ചിരി രുചി വരട്ടെ. മത്തങ്ങ കറിയൊക്കെ വെക്കുമ്പോഴേ ഞാൻ ഒത്തിരി ഒന്നും ചേർത്തില്ല, ഒരു 1/4 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കടുക് ഇട്ട് കൊടുത്ത്, അയ്യോ പൊട്ടലും ചീട്ടലും എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ചില സമയങ്ങളിൽ ഉഴുന്നിട്ട് കൊടുക്കും. ഇന്ന് ഞാൻ ഇച്ചിരി പുഴുക്കലരി ഇച്ചിരി കടുക് വറുക്കാൻ നേരത്തെ ഇട്ട് കൊടുക്കും. കുറച്ച് പുഴുക്കലരി, വല്ലപ്പോഴും അങ്ങനെയൊക്കെ കഴിക്കണമല്ലോ. മുരിഞ്ഞ് വന്നു. ഇനി കുറച്ച് ഉള്ളി, അരിയും മൂത്ത് ഉള്ളി ഒരുവിധം മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. എനിക്ക് ഈ ഉണക്കമുളക് ഒത്തിരി കരിയുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് എപ്പോഴും ഞാൻ കടുക് വറുക്കുമ്പം ഇത് ലാസ്റ്റ് ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇതും കറിവേപ്പിലയും ഉള്ളതായിട്ടൊക്കെ വറുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ള മുരിങ്ങയില, ഒരു പിടി മുരിങ്ങയില ഉണ്ട് കേട്ടോ. മുരിങ്ങയില ഒന്ന് അധികം മൂക്കണ്ട. മുരിങ്ങയില എപ്പോഴും നമ്മൾ പച്ചക്കിട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും. എപ്പോഴായാലും ശകലം വാട്ടേന് ശേഷിടുവാണെങ്കിൽ നല്ലതാണ്. കണ്ട കാണുമ്പോൾ തോന്നും. ഇതൊക്കെ ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ ശരിയെ കാണും. ഈ കടുക് വറുത്തതിന് മുരിങ്ങയിലയ്ക്ക് ഇച്ചിരി ഉപ്പ് വേണം കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ശകലം ഉപ്പും കൂടെ ഒന്ന് ചെയ്തു ഇട്ട് കൊടുത്ത് മതി. തീ ഓഫ് ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ കടുക് വറുത്തത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ്ട് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങളൊന്ന് നോക്കി, എന്ത് ഭംഗിയില്ലേ, എന്ത് ഭംഗി നിന്നെ കാണാൻ മത്തങ്ങ കൂട്ടരെ. ഇതാണ്ട് മത്തങ്ങയും മുരിങ്ങയിലയും ചെറുപയറും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ കുറച്ച് നെയ്യും ഇച്ചിരി പുഴുക്കലരിയൊക്കെ കടുക് വറുത്ത്. നിങ്ങൾക്ക് ഇത് ഡിഷ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് കമൻസ് രേഖപ്പെടുത്തണം. പിന്നെ എല്ലാവർക്കും ബായ്.